നമ്മുടെ ക്യാപക്കയിലിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞാൽ നോ യുവർ ഫുഡ് ഫ്രം ഫാം ടു പ്ലേറ്റ് എന്നുള്ളതാണ് നമ്മുടെ കോർ കൺസെപ്റ്റ്. അതായത് എന്താണ് നമ്മൾ കഴിക്കുന്നത് അത് അറിഞ്ഞ് കഴിക്കുക. നമ്മളിതിൽ പ്രൊക്വയർ ചെയ്യുന്നത് ഓർഗാനിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആവുന്നതുകൊണ്ട് അതിനകത്തുള്ള പെസ്റ്റിസൈഡ് ലെവൽ വളരെ സേഫർ ലെവലിലായിരിക്കും നമുക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട്. ആ റോ മെറ്റീരിയൽ കഴുകി ഉണങ്ങിയത് കൺമുമ്പിൽ തന്നെ പൊടിച്ചു കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് യാതൊരു തരത്തിലുള്ള അഡൾട്രേഷനോ പ്രിസർവേഷൻസോ ചേർന്നിട്ടില്ല എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. ഇത് എല്ലാ പ്രായക്കാർക്കും, ചെറിയ കുട്ടികൾ 6 മാസമുള്ള കുറുക്ക് കഴിക്കുന്ന കുട്ടികൾക്ക് തുടങ്ങിയുള്ള വിവിധ തരം പ്രോഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഏതെങ്കിലും തരത്തിൽ പ്രിസർവേഷൻസ് ഇല്ലാത്ത കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ട ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന രോഗികൾക്കുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. കാരണം യാതൊരു തരത്തിലുള്ള മായങ്ങളും ചേരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഡയബറ്റിക് സെക്ഷൻ തന്നെ നമുക്കിവിടെ ഉണ്ട്. മില്ലറ്റ്സിൻ്റെ സെക്ഷനുണ്ട്, ഓട്സിൻ്റെ സെക്ഷനുണ്ട്. അങ്ങനെ വിവിധ പ്രോഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നോക്കുന്ന ഏത് പ്രായക്കാർക്കും പറ്റുന്ന എല്ലാവിധ പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ ക്യാപക്കയിലിൻ്റെ ഒരു ഓണറാണ്. ഞങ്ങൾ 4 സ്ത്രീകൾ ചേർന്നിട്ടാണ് ഈ സംരംഭം തുടങ്ങിയത്. കോവിഡ് കാലത്ത് ആരോഗ്യമുള്ള ഭക്ഷണം അതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള തീരുമാനമെടുത്തത്. അതായത് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ര ഗുണമേന്മയുള്ള റോ മെറ്റീരിയൽസ്, സ്പൈസസ്, സീരിയൽസ്, ഓയിൽസ് ഒക്കെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ പൊടിച്ചു തരുന്ന ഒരു സ്ഥാപനമാണിത്. നമ്മൾ തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഫാർമേഴ്സിൻ്റെ അടുത്തുനിന്നും സർട്ടിഫൈഡ് ആയിട്ടുള്ള സപ്ലൈസിൻ്റെ അടുത്തുനിന്നും കളക്ട് ചെയ്തിട്ട് നമ്മളത് കഴുകി ഉണക്കി ക്ലീൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ആളുകളുടെ മുന്നിൽ തന്നെ നമ്മൾ മില്ല് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഈ കാണുന്ന ഫെസിലിറ്റിയിൽ ഇത്രയും ഹൈജീനിക് ആയിട്ടാണ് നമ്മളിതിനെ മില്ല് ചെയ്ത് എടുക്കുന്നത്, സീവ് ചെയ്ത് മില്ല് ചെയ്ത് എടുക്കുന്നത്. ഇതിന് നമ്മൾ ഷെൽഫിൽ കുറച്ച് ഐറ്റംസ് നമ്മൾ ഷെൽഫിൽ വെക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്ത് മോയ്സ്ചർ ലെവലൊക്കെ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്ത് കയറ്റുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തുള്ള ഒരു മെയിൻ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ളത് ആളുകൾക്ക് കണ്ടറിഞ്ഞ് വിശ്വസിച്ച് വാങ്ങിയിട്ട് പോവാം എന്നുള്ളത്. ഇത് നമ്മുടെ ഓയിൽസിൻ്റെ സെക്ഷനാണ്. യാതൊരുവിധ പ്രിസർവേഷൻസും ഇല്ലാത്ത ഓയിൽസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ തന്നെ ഇവിടെ 100% എള്ള് ആട്ടിയെടുത്ത് സെഡിമെൻറ്റ് ചെയ്തിട്ടുള്ള എള്ളെണ്ണ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ആൽമണ്ട്, ശുദ്ധമായ ബദാം, ഓർഗാനിക് ബദാം നമ്മൾ വാങ്ങിയിട്ട് ആ ബദാം ആട്ടിയെടുക്കുന്ന സെഡിമെൻറ്റ് ചെയ്തെടുക്കുന്ന ബദാം എണ്ണയാണ്. ഇത് കുട്ടികളെയൊക്കെ തേച്ച് കുളിപ്പിക്കാൻ, സ്കിൻ കെയറിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ധാരാളം മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ളതാണ് കരിഞ്ജീരകം എണ്ണ, ബ്ലാക്ക് ക്യുമിൻ ഓയിൽ. ഇത് നമ്മളിവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് സെഡിമെൻറ്റ് ചെയ്യുന്നതാണ്. ഇത് കൂടാണ്ട് നമുക്കെല്ലാം ഒഴിച്ചുവിടാനാവാത്ത ഒരു ഇതാണ് കോക്കനട്ട് ഓയിൽ. ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കിലാട്ടി എടുക്കുന്നതാണ്, മരച്ചക്കിലാട്ടി എടുക്കുന്നതാണ്. ഇതിൽ കൊപ്രയിൽ സൾഫർ ഫ്രീ ആയിട്ടുള്ള കൊപ്ര എടുത്തിട്ട് നമ്മൾ ആട്ടിയെടുക്കുന്നതാണ് ഈ വെളിച്ചെണ്ണ. അതുപോലെ നമുക്ക് വെന്ത വെളിച്ചെണ്ണയുണ്ട്, തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയുണ്ട്. ഇത് കുഞ്ഞുങ്ങളെയൊക്കെ തേച്ച് കുളിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ വെന്ത വെളിച്ചെണ്ണ. ഇത് കൂടാണ്ട് നമ്മൾക്കിപ്പം നെയ്യ് ഓർഗാനിക് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാമേഴ്സിൽ നിന്ന് വാങ്ങുന്ന നെയ്യ് അവൈലബിൾ ആണ്. അതുപോലെ തേന്, ചെറുതേന്, വൻതേനൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കെല്ലാവരെയും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ് സ്പ്രെഡുകളൊക്കെ അല്ലേ. ശരിക്കും ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹേസൽനട്ട്, പീനട്ട്, ഇതിൻ്റെയൊക്കെ വിവിധ തരം സ്പ്രെഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. യാതൊരു വിധ പ്രിസർവേഷനും ഇല്ല. ഇത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹേസൽനട്ട് പീനട്ട് ചോക്ലേറ്റ് സ്പ്രെഡുകൾ, പീനട്ട് ചോക്ലേറ്റ് സ്പ്രെഡ്. ഇത് റോ പീനട്ട് ബട്ടറാണ്. യാതൊരു വിധത്തിലുള്ള ഷുഗറോ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. 100% ഓർഗാനിക് ആയിട്ടുള്ള പീനട്ട് റോസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കോ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്തിരിക്കുന്നതാണ് പീനട്ട് ബട്ടർ. അപ്പോൾ നമ്മൾ സാധാരണ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള ബട്ടറുകളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രിസർവേഷൻസ് ഉണ്ട്. ഇത് യാതൊരുവിധ പ്രിസർവേഷൻസും ഇല്ലാതെ നമ്മളിവിടെ ചെയ്യുന്നതാണ്.
സ്പൈസ് പൗഡേഴ്സിൻ്റെ സെക്ഷനാണ്. നമുക്കിവിടെ എല്ലാ തരത്തിലുള്ള സ്പൈസ് പൗഡേഴ്സും അവൈലബിൾ ആണ്. ടേമറിക് പൗഡർ, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന മസാലാസ് എല്ലാം അവൈലബിൾ ആണ്. കേരള ടേസ്റ്റിലുള്ള നാടൻ രീതിയിൽ ഉരുളിയിൽ വറുത്ത് ഉണ്ടാക്കണ സാമ്പാർ പൊടി പണ്ട് അമ്മമാർ കഴിച്ചിരുന്ന അതേ ടേസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. അത്രയും തനതായ രീതിയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. വിവിധ തരം കേരള കറി മസാലാസ്, ഫിഷ് മസാല എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ മില്ലറ്റ്സിൻ്റെ സെക്ഷനാണ്. നമുക്കറിയാം ഇപ്പോൾ എല്ലാവരും മില്ലറ്റ്സ് എങ്ങനെ കഴിക്കണം എന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം വെയിറ്റ് ലോസ്, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ഒക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നോക്കി നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മില്ലറ്റ്. ഇവിടെ എല്ലാവിധ മില്ലറ്റുകളും കഴുകി ഉണങ്ങി മില്ലറ്റ് ഇങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മില്ലറ്റിൻ്റെ സ്റ്റീംഡ് പുട്ടുപൊടികൾ, അത് മില്ലറ്റ് പുട്ടുപൊടി സാധാരണ കുറച്ച് ഹാർഡൊക്കെ ആയിരിക്കും. അത് സ്റ്റീം പ്രോസസ്സിലൂടെ ചെയ്തിരിക്കണം സ്റ്റീംഡ് പുട്ടുപൊടി. എല്ലാ മില്ലറ്റുകളുടെയും റാഗി ആണെങ്കിലും പ്രോസോ കോഡോ അങ്ങനെ എല്ലാ മില്ലറ്റുകളുടെയും സ്റ്റീംഡ് പുട്ടുപൊടി ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ദോശ മിക്സസ്, ഇൻസ്റ്റൻറ്റ് ദോശ മിക്സസും ഫെർമെൻറ്റ് ചെയ്യേണ്ട ദോശ മിക്സസും എല്ലാ മില്ലറ്റുകളുടെയും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾക്കൊക്കെ മില്ലറ്റ് കൊടുക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ള രീതിയിൽ എല്ലാ മില്ലറ്റുകളുടെയും, മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. കാരണം കുട്ടികളുടെ ഒരുപാട് ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് എല്ലാം മാറ്റാൻ വളരെ നല്ലതാണ് മില്ലറ്റുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ആ മില്ലറ്റുകളുടെ നൂഡിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് മില്ലറ്റിൻ്റെ പൊടികൾ, ഈ മില്ലറ്റ് തന്നെ നമ്മൾ പൊടിച്ചിട്ട് മില്ലറ്റിൻ്റെ ആട്ട നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്സ്, അതായത് റോൾഡ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ്, ഈ ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന ഓട്സിൻ്റെ പുട്ടുപൊടി, അതുപോലെ വീറ്റിൻ്റെ തന്നെ 3-4 വെറൈറ്റീസ് ഓഫ് വീറ്റ് ഇവിടെ ഉണ്ട്. ഹൈ പ്രീമിയം വീറ്റ് പൗഡേഴ്സാണ്, ഷർബതി പോലത്തെ ഹൈ പ്രീമിയം വീറ്റ് പൗഡേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള വീറ്റ് ഇവിടെ അവൈലബിൾ ആണ്. സോനാമോട്ടി പോലത്തെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള വീറ്റുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വീറ്റിൻ്റെ തന്നെ സ്റ്റീംഡ് പുട്ടുപൊടി, റൈസിൻ്റെ സ്റ്റീംഡ് പുട്ടുപൊടി, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവർക്കും അറിയാം, ഇന്ന് സിറ്റിയിൽ താമസിക്കുന്ന അമ്മമാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല ഭക്ഷണം, നാടൻ ഭക്ഷണം എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാമെന്നാണ്. ഇവിടെ കുട്ടികൾക്കായിട്ട് തന്നെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. കുറുക്ക് കഴിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കണ്ണങ്കായ സ്ലൈസസ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ബനാന സ്ലൈസസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ കണ്ണങ്കായ പൊടിച്ചിട്ട് അവൈലബിൾ ആണ്. ഈ ഏത്തക്കായ പൊടി അവൈലബിൾ ആണ്. കൂവപ്പൊടി അവൈലബിൾ ആണ്. പിന്നെ ഇത് പലതരം നട്ട്സും ഇപ്പോൾ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കൂടി പൊടിച്ചിട്ട് ന്യൂട്രി മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ധാന്യപ്പൊടി പോലെയുണ്ട്. ഇത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പാം ഷുഗർ, പനങ്കൽക്കണ്ടം, റാഗിപ്പൊടി നമ്മൾ കഴുകി ഉണക്കി വളരെ ശുദ്ധമായിട്ട് കുട്ടികൾക്ക് നേരിട്ട് കുറുക്കി കൊടുക്കാൻ, ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റാഗിപ്പൊടി ഇവിടെയുണ്ട്. അതിങ്ങനെ ഈ ടൗണിലുള്ള അമ്മമാർക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു നല്ലൊരു കളക്ഷൻ തന്നെ നമുക്കിവിടെയുണ്ട്. നമുക്കറിയാം, ഞങ്ങൾ 4 അമ്മമാർ നടത്തുന്നതാണ് ഈ സ്ഥാപനം. അപ്പം നമ്മുടെ കുട്ടികൾക്ക് എത്ര ശുദ്ധമായിട്ടും ഇതായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, കെയറോട് കൂടിയാണ് കൊടുക്കുന്നത്. അതേ രീതിയിൽ തന്നെ നമ്മുടെ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ ബേബി പ്രോഡക്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കഴുകി ഉണക്കി വൃത്തിയാക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ടൗണിൽ താമസിക്കുന്ന, ഈ ഫാസ്റ്റ് ലൈഫിൽ താമസിക്കുന്ന അമ്മമാർക്ക് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ബേബി പ്രോഡക്ട്സിൻ്റെ സെക്ഷൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വളരെയധികം റിസർച്ച് ചെയ്ത് നോക്കിയെടുത്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് ആണ്. അതായത് ഏറ്റവും ബെസ്റ്റ് ഫാമേഴ്സ് ഓർ ബെസ്റ്റ് സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് നോക്കി നമ്മൾ ഒരു വർഷത്തെ ഒരു സ്റ്റഡീസിൻ്റെ ഇതിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന റോ മെറ്റീരിയൽസ് എല്ലാം. ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നുണ്ടാകുന്ന റോ മെറ്റീരിയൽസ് ഉണ്ട്. ഈ റോ മെറ്റീരിയൽസൊക്കെ ഇവിടെ എത്ര ഹൈജീനായിട്ട്, എത്ര ഇതായിട്ടാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നതെന്നും എത്ര ഹൈജീനിക്കലാണ് ഇവിടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി വാങ്ങിയിട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാ റോ മെറ്റീരിയലും നമ്മളിവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ കാണുമ്പോൾ അറിയാം നമ്മളിത് എത്ര
എത്ര ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മില്ല് എന്ന് പറഞ്ഞാൽ നിറയെ പൊടിയും ഇതൊക്കെ ആയിരിക്കും. പക്ഷേ അത്ര ക്ലീനായിട്ടാണ് ഞങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൂടാണ്ട് നമ്മൾക്ക് വേറൊരു ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റിയിലാണ് നമ്മൾ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്ന് കഴുകി ഉണക്കി വളരെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടെ കൊണ്ടുവരും. ഇത് ഇങ്ങനെ തന്നെ നമ്മളിതിവിടെ കൊടുക്കും. ഇത് വന്ന് നോക്കിയാൽ അറിയാം എത്ര ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. എല്ലാ റോ മെറ്റീരിയൽസും നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കും. ഇത് പൊടിച്ചും കൊടുക്കും, കൺമുമ്പിലും പൊടിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കറി ലീഫ് ഉണ്ട്. ഈ കറി ലീഫ് നമ്മൾ ഫാർമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന കറി ലീഫ് കഴുകി അതിലെന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി ഉണക്കി കൊണ്ടുവന്നിട്ടാണ് ഈ കറി ലീഫ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ മസാലാസൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മസാലാസിനൊക്കെ ഒരു നാടൻ ടേസ്റ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത്. നമുക്കറിയാം ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നോക്കുന്നവർക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്. എല്ലാ തരത്തിലുള്ള ഹൈ ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സും ഷിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ് പോലുള്ള സീഡ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും പ്രീമിയം ക്വാളിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം മെട്രോ പില്ലർ നമ്പർ 500ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമ്മൾ റിനൈ മെഡിസിറ്റിയുടെ ഒക്കെ അടുത്തായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും വാങ്ങിയിട്ട് പോകാൻ പറ്റും. അതുപോലെ കൺമുമ്പിൽ കണ്ട് മില്ല് ചെയ്തിട്ട് വാങ്ങിയിട്ട് പോകാൻ പറ്റും. പുറത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് നമ്മളിത് വാക്യൂം പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിടാറുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് വാക്യൂം പാക്ക് ചെയ്ത് കൊടുത്തു വിടാറുണ്ട്. നമുക്ക് കൂടുതലും വിദേശത്തേക്ക് പോകുന്ന ആളുകൾ വന്നിട്ട് ഇത് വാങ്ങിയിട്ട് പോകാറുണ്ട്. പിന്നെ നമ്മൾക്കിവിടെ ഇതിൻ്റെ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം. വെബ്സൈറ്റ് www.capakailfoods.com എന്ന വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പോർട്ടലുകൾ വഴി ഓർഡർ ചെയ്യാം. നമ്മൾ എല്ലായിടത്തും ഓൾ ഓവർ ദ ഇന്ത്യ ഓർ ഈവൻ എബ്രോഡും നമ്മൾ സർവീസ് ഉണ്ട്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.